നമസ്കാരം. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ 3 വിഷയത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നും ഈ വർഷം ഞാൻ അതിൽ നിന്ന് എങ്ങനെയാണ് ചേഞ്ച് ആയെന്നുമാണ് കേട്ടോ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാൻ വന്നത് ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് കേട്ടോ. എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അധികം ആരുമായിട്ടും പെട്ടെന്നൊന്നും അടുക്കുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ. പിന്നെ അധികം സംസാരിക്കുന്ന ആളുമല്ല. പണ്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയെങ്കിൽ ഞാൻ എന്താ ചെയ്യാറുന്നതെന്ന് വെച്ചാൽ എല്ലാവരെയും പോലെ അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും പോലെ ഒട്ടും എന്താ പറയുക ഒട്ടും മനസ്സിന് കട്ടിയുള്ള ഒരാളല്ല കേട്ടോ ഞാൻ. അപ്പം ഞാൻ ഇരുന്ന് കരയുമായിരുന്നു കേട്ടോ. ഒന്നെങ്കിലും ഇരുന്ന് കരയും, അല്ലെങ്കിൽ അതിൻ്റെ ആ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ പോയി കിട്ടും. അപ്പം ഞാൻ ഭയങ്കര ഡിപ്രഷനാവും, ഭയങ്കര ഒരു സാഡ് ഫേസിലേക്ക് പോവും, അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ടാവാം, എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ ഇപ്പം ഞാൻ അതിനെല്ലാം ഫേസ് ചെയ്യാനായിട്ട് പഠിച്ചു കേട്ടോ. എനിക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതുകൊണ്ട് എൻ്റെ മനസ്സിനെ അത് ബാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുകയും ശരിയായിട്ട് പോകും കേട്ടോ. എനിക്ക് ഒട്ടും താങ്ങാനാവാത്ത ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അവർ ചെയ്ത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നതാണെങ്കിൽ ഇനിയും നമുക്ക് അവരിൽ നിന്നുണ്ടായ ആ ഒരു എന്താ പറയുക നെഗറ്റിവിറ്റിക്ക് ഇമ്പാക്റ്റ് ഒരുപാട് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്ത്, എന്നാൽ അവരോട് യാതൊരു രീതിയിലൊരു പരിഭവം കാണിക്കാനും പാടില്ല. പരമാവധി അവരിന്ന് ഒഴിഞ്ഞു മാറി നടക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ലത്. അത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ നമ്മൾ തോറ്റതുപോലെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടല്ലോ, നമുക്ക് സന്തോഷം ഉണ്ടല്ലോ. നമ്മുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടിയത് കേട്ടോ. നമുക്ക് ഈ ഒരു ജീവിതമല്ലേ ഉള്ളൂ. നമ്മൾ എത്രമാത്രം സന്തോഷമായിട്ട് സമാധാനമായിട്ടുമാണ് ഇരിക്കുന്നത്, അത്രത്തോളം സന്തോഷം നമ്മൾ ജീവിക്കണം. ഈ നമ്മുടെ എല്ലാ തരത്തിലുള്ള ടോക്സിസിറ്റീനെയും അവോയ്ഡ് ചെയ്ത് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള ജീവിതം ജീവിക്കുക. ഇനി മണി മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന്. പണ്ട് എനിക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നേ, നമ്മൾ ഒരുപാട് സേവ് ചെയ്ത് വെക്കണം, നമ്മൾ കൂട്ടി അതായത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൂട്ടി വെക്കണം, നമുക്കുള്ളത്, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് കിട്ടുന്ന എല്ലാം നമ്മൾ കൂട്ടി വെക്കണം, ഒന്നും സ്പെൻഡ് ചെയ്യാൻ പാടില്ല. കുറച്ചൊക്കെ പിശുക്കത്തരം എനിക്കുണ്ട് കേട്ടോ. ഞാനൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക, ഹസ്ബൻഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഹസ്ബൻഡ് വിമർശിക്കുമായിരുന്നേ, എന്തിനാ ഇങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടത്, നമുക്ക് സേവ് ചെയ്ത് വെക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ കാണുമ്പം നമുക്ക് നമ്മുടെ ആയുസ് എത്രയാണെന്നോ അല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ കൂട്ടി വെച്ചത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പം എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മൾ കൂട്ടി വെക്കണ്ടെന്നല്ല കേട്ടോ. നമ്മുടെ ഒരു പാർട്ട് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു പാർട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. നമുക്ക് ആവശ്യം വരും, നമുക്കിപ്പോൾ ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ എങ്കിലും അതിൽ നിന്നൊരു കുറച്ച് പാർട്ടെങ്കിലും എടുത്തിട്ട് നമുക്ക് സന്തോഷിക്കാനായിട്ട്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ട്രാവൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ പരമാവധി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ ജീവിതശൈലിയെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ അറിയുക, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. അപ്പം അതിനാണ് ഞാനിപ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാശ് കൂട്ടി വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഒതുക്കി ജീവിതം അവസാനിച്ചങ്ങ് പോകത്തില്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് പ്രായമായി, ആ ഒരു കാലത്ത് ചിലപ്പോൾ നമുക്ക് നടക്കാൻ പറ്റത്തില്ല, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാണും. ആ സമയത്ത് നമ്മൾ എനിക്ക് ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ അന്ന് നടക്കത്തില്ലല്ലോ. അന്നേരം നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കിട്ടുന്ന അവസരം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പൈസ കൂട്ടി വെക്കരുതെന്നല്ല, കൂട്ടി വെക്കണം, കുറച്ച് വെക്കണം. അതേപോലെ അതിൻ്റെ ഒരു പാർട്ട് നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഈ പറ്റുന്ന സമയത്ത് എൻജോയ് ചെയ്യാനായിട്ട് കുറച്ചെങ്കിലും മാറ്റി വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ ഒരു ചിന്താഗതി. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം, നമ്മുടെ വൈരാഗ്യം അല്ലെങ്കിൽ ഇണക്കങ്ങൾ ഒന്നും ശാശ്വതമല്ല. അപ്പം പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു അറിയാം, ഇപ്പോൾ ഒരാളോട് പിണങ്ങിയെന്ന് വിചാരിച്ചു, എനിക്കത് ഭയങ്കര വിഷമമായിരുന്നേ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു, ഞാൻ ഏത് വഴിയേലും കേട്ടെന്ന് വിചാരിച്ചു, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഞാൻ ഡിപ്രഷൻ ആവുമായിരുന്നു.
അതിൻ്റെ ആ ഒരു ലെവൽ അനുസരിച്ച് ആ പറഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഡിപ്രഷനിലേക്കൊക്കെ പോകുമായിരുന്നു കേട്ടോ. ഒരുപാട് എന്നെ അത് എഫക്റ്റ് ചെയ്യുമായിരുന്നേ. ഞാനത് ഓർത്ത് കുറേ കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ട് കുറേ ദിവസങ്ങൾ ഇരുന്നിട്ടുണ്ട്, ചിലപ്പോൾ മാസങ്ങൾ ഇരുന്നിട്ടുണ്ട്, വർഷങ്ങൾ ഇരുന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പം ഞാൻ ഒരു പൊട്ടിയായിരുന്നല്ലോ എന്ന് വിചാരിച്ചു പോവാം. ഇപ്പോൾ ഒരാൾ എന്നെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പം ഒരാൾ കേൾക്കാതെയോ കേട്ടോ നമ്മൾ എന്തൊക്കെ പറയും, അതേപോലെ അവരും പറയും. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഇതൊന്നും പെർമനൻ്റ് അല്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായി നിർത്തുക, എത്ര ദിവസം അത് നിൽക്കും? നമുക്കൊരു ഒരാഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സന്തോഷിക്കുമെന്ന് വിചാരിച്ചോ, മാക്സിമം. അത് കഴിയുമ്പോൾ നമ്മളത് മറക്കത്തില്ലേ? നമുക്ക് വരുന്ന ദുഃഖം നമ്മൾ മറന്നു പോകത്തില്ലേ? അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. ഒന്നും നമ്മുടെ ജീവിതത്തിൽ പെർമനൻ്റ് അല്ല. എന്നാൽ എൻ്റെ റിലേറ്റീവ് അങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ നെയ്ബർ ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ ഫാമിലി മെമ്പർ ഇങ്ങനെ പറഞ്ഞല്ലോ, ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. അത് നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. നമ്മൾ എത്രമാത്രം സന്തോഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം പോസിറ്റിവിറ്റി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക എന്നത് അതൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അങ്ങനെ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ മാറിയിട്ടുമുണ്ട് കേട്ടോ. പരമാവധി എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചു കാണിക്കുക, അവർക്ക് സന്തോഷം കൊടുക്കുക, അവരിലേക്ക് പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കുക. ഇതൊക്കെ ആയിരിക്കണം കേട്ടോ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ടോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ.